നിങ്ങൾ +2 കഴിഞ്ഞ് അടുത്തൊരു ഡിപ്ലോമ കോഴ്സ്, ഒരു വൊക്കേഷണൽ കോഴ്സ് ചെയ്യണം. അത് കഴിഞ്ഞ് എനിക്കൊരു ജോലിക്ക് കയറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, അടുത്തൊരു ഡിപ്ലോമ കോഴ്സ് കണ്ടുപിടിക്കാനാണ് പോകുന്നതെങ്കിൽ, ദയവ് ചെയ്ത് നിങ്ങൾ പ്രൈവറ്റ് ഡിപ്ലോമ കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മെജോറിറ്റി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകുന്ന ഡിപ്ലോമ കോഴ്സിന് കേരളത്തിൽ എവിടെയെങ്കിലും തന്നെ അവർ തന്നെ നൽകിയ ഒരു പ്ലേസ്മെന്റ് അല്ലാതെ ആ ഡിപ്ലോമ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വെച്ച് ഒരു ഗവൺമെന്റ് പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഒരു ജോലിയിലേക്കോ പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി ആക്കി തന്നിരിക്കാം. പക്ഷെ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ ജോലി തുടർന്ന് മറ്റ് സ്ഥലങ്ങളിൽ ചെയ്യാൻ സാധ്യമാകണം നിർബന്ധമില്ല. കാരണം ഈ സർട്ടിഫിക്കറ്റ്സിനൊന്നും വേണ്ടതായ വാലിഡിറ്റി ഇല്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും അവർ തരുന്ന സർട്ടിഫിക്കറ്റ്സിനൊന്നും തന്നെ കേരള ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെയോ ഒന്നും അംഗീകാരം ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് വെച്ച് ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിലോ ഒരു ഗവൺമെന്റ് സെക്ടറിലോ ജോലി നോക്കാൻ സാധിക്കില്ല. ഈ സത്യം നിങ്ങൾ ഈ +2 കഴിഞ്ഞ കുട്ടികൾ മനസ്സിലാക്കുക. പല ആളുകളും ഇതുപോലുള്ള ചതിക്കുഴികളിൽ പെട്ട് 1-2 വർഷം അവരുടെ ജീവിതത്തിന്റെ പൈസയും കളഞ്ഞിരിക്കുന്ന ആളുകളുണ്ടാവും. അതിന്റെ ഫീസും വലുതായിരിക്കും. 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ആയിരിക്കും അതിന്റെ ഫീസും ഉണ്ടായിരിക്കുക. ആ പൈസയും കളഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ആളുകളുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ. നമുക്കും അറിയാലോ എവിടെയൊക്കെയാണ് വാലിഡ് അല്ലാത്ത കോഴ്സുകൾ നടക്കുന്നത് എന്നുള്ള ഒരു ധാരണ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സഹായിക്കും. +2 കഴിഞ്ഞ കുട്ടികൾ അറിയേണ്ടത്, കേരള ഗവൺമെന്റിന്റെ കീഴിൽ വ്യത്യസ്ത വകുപ്പുകളുടെ കീഴിൽ ഓരോ ജോലികൾക്കും വേണ്ടിയിട്ടും വ്യത്യസ്തമായ ഡിപ്ലോമ കോഴ്സുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ തരാനാണ് ഞാനിപ്പോൾ വന്നത്. നമ്മുടെ സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിൽ നടക്കുന്ന വിവിധ പ്രോഗ്രാമുകളുണ്ട്. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വിവിധ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. സോ ഈ പ്രോഗ്രാമുകളിലേക്ക് ജൂൺ 15 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഏതൊക്കെയാണ് ഈ പ്രോഗ്രാംസ് നമുക്ക് നോക്കാം. Food and Beverage Services, Front Office Operation, Food Production, Hotel Accommodation Operation, Bakery and Confectionery, കാനിങ് ആൻഡ് ഫുഡ് പ്രിസർവേഷൻ എന്നിങ്ങനെ 6 പ്രോഗ്രാമുകളിലേക്കാണ് അഡ്മിഷൻസ് നടക്കുന്നത്. SC/ST OEC കുട്ടികൾക്ക് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫ്രീ ആയിട്ട് സ്റ്റേഫൻഡോട് കൂടി പഠിക്കാനുള്ള അവസരവും നൽകുന്നുണ്ട്. ഈ ജൂൺ 15 വരെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ്. നിങ്ങൾ +2 പാസ്സായിരിക്കണം എന്നുള്ളതാണ് നിബന്ധന. പ്രായപരിധിയില്ല, എത്ര പ്രായമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ജൂൺ 15 വരെയാണ്. ഈ കോഴ്സിൽ ആദ്യത്തെ 9 മാസം ക്ലാസ് റൂം പരിശീലനവും പിന്നീടുള്ള 3 മാസം നിങ്ങൾക്ക് ഹോട്ടൽ വ്യവസായ പരിശീലനവും ആയിരിക്കും. വ്യത്യസ്തമായ വലിയ ഹോട്ടലുകളിൽ നിങ്ങളെ ഇന്റേൺഷിപ്പ് എന്ന രീതിയിൽ പ്ലേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരിശീലനം നൽകുന്ന രീതിയാണ് അവസാനത്തെ 3 മാസത്തിൽ വരുന്നത്. മാത്രമല്ല വിജയകരമായി കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് വ്യത്യസ്തമായ ജോബ് ഫെയറുകൾ വഴി ജോലി നേടുന്നതിനുള്ള അവസരവും ലഭിക്കുന്നതാണ്.